പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിച്ചു തുടങ്ങും. ടോൾ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ ജനകീയ കൂട്ടായ്മയും ജനകീയ വേദി അതുപോലെ CPIMൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ടോൾ പ്ലാസ ഉപരോധിക്കുമെന്ന് അറിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അവിടെ താമസമാക്കിയ ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്ലാസ അവിടെ വന്ന് കയറും, അവരോട് ടോൾ പിരിക്കും എന്നൊക്കെ. അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. അവിടുത്തെ ഈ അനുവദിച്ചിരുന്ന ഈ ആനുകൂല്യം എന്തുകൊണ്ടാണ് ഈ ടോൾ കമ്പനി പിൻവലിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പറയൂ. SKN, ഈ ടോൾ പ്ലാസ ഇവിടെ വന്നതിന്റെ പേരിൽ 6 പഞ്ചായത്തിലെ ജനങ്ങളാണ് ഈ ടോൾ പ്ലാസ അധികൃതർക്ക് ഇപ്പോൾ ഈ ടോൾ നൽകേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നത്. 320 രൂപ വീതം ഒരാൾ നൽകണം എന്നുള്ളതാണ്, ഒരു മാസത്തേക്ക് നൽകണം എന്നൊരു ആവശ്യമാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ഈ പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ടോൾ പിരിക്കാനാണ് കമ്പനിയുടെ നീക്കം. പക്ഷേ ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ പൊതുജനങ്ങളും അതിനു പുറമെ വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി, പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ ഈ പണം നൽകേണ്ടത്. പക്ഷേ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ടോൾ പ്ലാസ ഇവിടെ വന്നത് തങ്ങളുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ തങ്ങൾക്കിതിലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണം. കാരണം ഇവിടെ ജനിച്ചു വളർന്നവരാണ് തങ്ങൾ അതിൻ്റെ പേരിൽ, അതായത് ഈ ടോൾ പ്ലാസ ഇവിടെ വന്നതിൻ്റെ പേരിൽ ഈ ടോൾ നൽകിക്കൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യണമെന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ടോൾ പ്ലാസ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം ശക്തമാണ്. രാത്രി 10 മണിക്ക് DYFIയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ഈ ടോൾ പ്ലാസ ഉപരോധിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. ഇന്ന് 9:30 ജനകീയ വേദിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ CPMും DYFIയും എല്ലാം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 മണിക്ക് ഈ ടോൾ പിരിവ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ അത് തടയും എന്നുള്ളതാണ് ഈ സംഘടനകളും അതുപോലെ തന്നെ ജനകീയ വേദിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. 340 രൂപയാണ് ഒരു മാസത്തേക്ക് ഇതിലൂടെ കടന്നു പോകാൻ ഈ പ്രദേശവാസികൾ നൽകേണ്ടത്. അതിനെതിരെയാണ് ശക്തമായ പ്രക്ഷോഭം, പ്രതിഷേധം ഉയരുന്നത്. സൂര്യസജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.